8 പേർക്കെതിരെ ജോൺ സിന ഒറ്റയ്ക്ക് അടിച്ചു നിന്ന ആ കഥ ഒന്നും കൂടി ഒന്ന് കേട്ടാലോ. 2010 ജൂൺ മാസത്തിലെ റോ എപ്പിസോഡിൽ മെയിൻ ഇവൻറ്റിലെ മത്സരത്തിൽ ജോൺ സിന, CM പങ്ക് തുടങ്ങിയ റെസ്ലേഴ്സിനെയും കമൻറ്റേറ്റേഴ്സ്, റിംഗ് അനൗൺസർ തുടങ്ങിയ എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടാണ് അവർ നെക്സസ് WWEയിലേക്കുള്ള വരവറിയിച്ചത്. എന്നാൽ ആ ആക്രമണത്തിൽ ഡാനിയൽ ബ്രയൻ കുറച്ച് അപകടകരമായി പെരുമാറിയത് കൊണ്ട് കമ്പനി അദ്ദേഹത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ 7 പേരായി ചുരുങ്ങിയ നെക്സസ് പിന്നീടുള്ള എപ്പിസോഡുകളിൽ ജോൺ സിനയെയും മറ്റ് WWE താരങ്ങളെയും ഉന്നം വെച്ച് ആക്രമിക്കാൻ ആരംഭിക്കുന്നു. ജൂലൈ മാസത്തിലെ റോ എപ്പിസോഡിൽ സീനയ്ക്കെതിരെ 6-on-1 ഹാൻഡിക്യാപ്പ് മാച്ച് കളിച്ച നെക്സസ് ആ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് അവരുടെ മുഖ്യ ശത്രു സീന ആണെന്ന് അടിവര ഇടുകയും ചെയ്തു. തുടർന്ന് 2010 സമ്മർ സ്ലാമിൽ ജോൺ സിനയുടെ ടീമും നെക്സസും തമ്മിലുള്ള ഒരു ഗംഭീര ടാഗ് ടീം മത്സരം നടക്കുകയും അതിൽ സീനയുടെ ടീം വിജയിക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നെക്സസിലെ മെമ്പേഴ്സായിരുന്ന താരങ്ങൾ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് യഥാർത്ഥ പ്ലാൻ പ്രകാരം നെക്സസ് ആയിരുന്നു ആ മത്സരത്തിൽ വിജയിക്കേണ്ടത് എന്നും സീനയുടെ നിർബന്ധം കാരണമാണ് നെക്സസ് തോറ്റത് എന്നുമായിരുന്നു. ഇതേ കഥ അന്ന് ടീം സീനയിലെ അംഗമായിരുന്ന എഡ്ജും ക്രിസ്റ്റ്യൻ റീക്കയും പിന്നീട് വന്ന ഇൻ്റർവ്യൂകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് വന്ന ദിവസങ്ങളിൽ അന്ന് നെക്സസിലെ മെമ്പറായിരുന്ന റൈബാക്കിന് ഇഞ്ചുറി പറ്റുകയും ഡാരൻ യങ്ങിനെ സീനയുമായിട്ടുള്ള മത്സരത്തിൽ തോറ്റതുകൊണ്ട് നെക്സസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് ഹെൽ ഇൻ എ സെൽ പേപ്പർവ്യൂവിൽ സീന വേഴ്സസ് വെയ്ഡ് ബാരറ്റ് മത്സരത്തിൽ സീന തോറ്റതുകൊണ്ട് സീന നെക്സസിൽ ജോയിൻ ചെയ്യേണ്ട സ്ഥിതിയിലേക്കുള്ള സ്റ്റോറിയും ഉണ്ടായി. പിന്നീട് ഉള്ള ആഴ്ചകളിൽ സീന നെക്സസിനെ സഹായിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു മത്സരത്തിൽ വെയ്ഡ് ബാരറ്റിനെ സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറി ലൈൻ പ്രകാരം വെയ്ഡ് ബാരറ്റ് സീനയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ബ്രേ വൈറ്റ്, ക്രിഡക്സ് എക്സൽ തുടങ്ങിയ പുതു മെമ്പേഴ്സും നെക്സസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് പല ഇവൻറ്റുകളിലും കാണിയായിട്ട് വന്ന് സീന നെക്സസിന് വലിയ തലവേദന ഉണ്ടാക്കുകയും അവസാനം ഈ സ്റ്റോറിയിൽ വെയ്ഡ് ബാരറ്റുമായിട്ട് ഒരു TLC മത്സരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും തുടർന്ന് അതിൽ വിജയിച്ച സീന നെക്സസുമായിട്ടുള്ള ആദ്യ കഥ അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു.